കോഴിക്കോട് നാദാപുരത്ത് റോഡിലെ കുഴിയിൽ ചാടിയ ബൈക്ക് യാത്രികൻ കാറിന് മുന്നിലേക്ക് തെറിച്ചു വീണു. പയ്യന്തോവ് സ്വദേശി പ്രദീപാണ് അപകടത്തിൽപ്പെട്ടത്. കാറ് ദേഹത്ത് കയറാതെ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്കാണ് KCB ഭൂഗർഭ കേബിളിനായി കുഴിച്ച കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കാണാം നമുക്കത്. അഭിജിത്ത് മുഴക്കുന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായുണ്ട്. അഭിജിത്ത്, അത് റോഡിന്റെ സൈഡിലൊന്നുമല്ല, അത്ര അരികു ചേർന്നല്ല വാഹനം വരുന്നത്. പക്ഷെ എന്നിട്ടും അതിന്റെ ആ ഫ്രണ്ട് വീല് മുഴുവനായും കുഴിയിലേക്ക് പോകുന്നു. തൊട്ടടുത്തുള്ള വാഹനത്തിന്റെ മുന്നിലേക്കാണ് വീഴുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നതേ ഉള്ളൂ. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലുമില്ല അഭിജിത്ത്. മാധു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. പരിസരവാസികൾ, പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്ന ആരോപണവും അതാണ്. കാരണം മാസങ്ങൾക്ക് മുൻപ് KCBയുടെ ഭൂഗർഭ കേബിളിനായി കുഴിച്ച കുഴിയാണ്. അത് മൂടിയിട്ടുണ്ട്, പക്ഷേ അത് താൽക്കാലികമാണ്. കൃത്യമായ രീതിയിലല്ല ആ കുഴി മൂടിയത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. മുൻപും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നാട്ടുകാർ പരാതി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും അധികൃതർ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം മാധു. അത്ഭുതകരമായാണ് കാർ ശരീരത്തിൽ കയറാതെ പ്രദീപൻ രക്ഷപ്പെടുന്നത്. അദ്ദേഹം ഈ കുഴിയിലേക്ക് ബൈക്ക് ചെന്ന് വീഴുന്നു. അതിന് പിന്നാലെ വലതുവശത്തേക്ക് പ്രദീപൻ തെറിച്ചു പോവുകയാണ്. അതേസമയം തന്നെ എതിർദിശയിൽ കാർ വരുന്നതും നമുക്ക് കാണാം. ഈ കാർ പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തിയതിനാൽ മാത്രമാണ് പ്രദീപന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങാതിരുന്നത്. പക്ഷേ നിലത്തേക്ക് തെറിച്ചു വീണതിനാൽ തന്നെ പ്രദീപന് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലും പിന്നീട് അദ്ദേഹത്തെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ഭീമമായ ഒരു തുക ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാവുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കല്ലാച്ചിയിലാണ്, നാദാപുരം കല്ലാച്ചിയിലായിരുന്നു ഈ അപകടം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ KCB കുഴിച്ച കുഴിയാണ്, ഈ ഭൂഗർഭ കേബിളിന് വേണ്ടി കുഴിച്ച കുഴിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായി ഈ കുഴി എടുത്തതിന് ശേഷം ജോലി തീർന്നു കഴിഞ്ഞാൽ അത് മൂടാത്തത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഏതായാലും മാധു, ഗുരുതരമായ അനാസ്ഥയാണ്. അവിടെ മാധു ചോദിച്ചതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ ഏറ്റവും ഗൗരവമുള്ളതാക്കുന്നത്. ഏതായാലും അടിയന്തരമായ ഒരു ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ഈ പ്രദീപന് സംഭവിച്ചിട്ടുള്ള അപകടം അദ്ദേഹം വലിയ ഒരു ഭീമമായ ഒരു ചികിത്സാ ചെലവ് കൂടി അദ്ദേഹം നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. മാധു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ വീണ്ടും കാണുമ്പോഴും നമുക്കത് മനസ്സിലാകും. അരികു പറ്റിയൊന്നുമല്ല വാഹനം കടന്നു വരുന്നത്, ഇരുചക്ര വാഹനം കടന്നു വരുന്നത്. ആ റോഡിൽ കുഴി മൂടിയിട്ടുണ്ട്, മൂടാൻ വേണ്ടി മൂടി എന്നുള്ളതാണ്. അത് പ്രോപ്പറായി മൂടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വാഹനത്തിന്റെ ടയർ അവിടേക്ക് കുടുങ്ങുകയും യാത്രക്കാരൻ തെറിച്ചു വീഴുകയും ചെയ്യുന്നത്. എന്തോ ഇതിന്റെ ഒരു വശത്ത് കാണിക്കുന്നത് ഒരു മുന്നറിയിപ്പ് ബോർഡാണോ എന്നറിയില്ല. പക്ഷെ അത് ആ റോഡിന്റെ അപ്പുറത്തെ വശമാണ്. ഇതിലെ കൂടെ വരുന്നവർക്ക് സ്വാഭാവികമായും കാണാനും കഴിയില്ല അതൊരു മുന്നറിയിപ്പ് ബോർഡാണ് എങ്കിൽ. പക്ഷേ ആ അപകടം ഉണ്ടാകുന്നു. രാത്രിയാണ്, മഴയുള്ള സമയമാണ്, ശ്രദ്ധിക്കാനും കഴിയുന്ന സാഹചര്യമല്ല. അവിടെയാണ് ഇങ്ങനെ പ്രോപ്പറായി മൂടാത്ത ഒരു കുഴി ഉണ്ടാകുന്നത്. എന്തൊരു ഭാഗ്യം കൊണ്ടാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.